ഞാൻ സമ്പത്തിലേക്കാണ് വരുന്നത്. നിങ്ങൾ പൊതുസമൂഹത്തിൻ്റെ വിലയിരുത്തലുകൾ ഈ നാടിനെക്കുറിച്ചും സർക്കാരിനെക്കുറിച്ചും ഈ വിധത്തിലാണ് ഇന്ന് നിങ്ങൾ ധരിച്ചുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ അത്രമേൽ വസ്തുനിഷ്ഠമാണോ എന്നൊരു സംശയം നിങ്ങൾ അതിന് ആധാരമാക്കുന്ന ഘടകങ്ങൾ വിശദീകരിക്കുമ്പോൾ തോന്നുന്നത് മാത്രമാണ് ഞാൻ ചോദിച്ചത്. ഒരു സംസ്ഥാനത്ത് അതിശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് പ്രതിപക്ഷം പറഞ്ഞാൽ അത് സ്ഥാപിച്ചെടുക്കാൻ നിങ്ങൾക്ക് ഒരു വിജയം വേണ്ടിയിരുന്ന ചേലക്കരയാണ്. ആ ചേലക്കരയിൽ വിജയിക്കാൻ കഴിഞ്ഞില്ല എന്നതിൽ തന്നെ നിങ്ങൾ വിധത്തിലേക്കുള്ള ഒരു ഭരണവിരുദ്ധ വികാരം ഈ നാട്ടിലില്ല എന്ന് പറയുന്നതിനെയും നിങ്ങൾക്കുള്ളിലെങ്കിലും ചർച്ച ചെയ്യണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ശ്രീ സമ്പത്ത്, സമീപനം പൊതുജനങ്ങളുടെ വികാരം അതെല്ലാം ഈ സർക്കാരിനെതിരാണ്, അത് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് എന്ന നിലയിലാണ് പ്രതിപക്ഷം ഇതിനെ സമീപിക്കുന്നത്. സർക്കാർ പറയുന്നതാകട്ടെ ജനങ്ങൾ കൂടെയുണ്ട്, അതുകൊണ്ട് തന്നെ ഓരോ വർഷവും ചെയ്ത കാര്യങ്ങൾ പൂർത്തീകരിച്ചത് ആത്മവിശ്വാസത്തോടെ തന്നെ സർക്കാർ പറയുന്നുണ്ട്. അതിലൊന്നും സംശയമില്ല. നാളെ പ്രോഗ്രസ് റിപ്പോർട്ട്, അവസാന വർഷത്തെ ഈ 4ാം വർഷത്തിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ടും വരാൻ പോകുന്നു. മാത്രമല്ല സംസ്ഥാനത്തിൻ്റെ കടക്കിണിയെ സംബന്ധിച്ചൊക്കെ കടത്തിൻ്റെ തോത് കുറയ്ക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ സംസ്ഥാനത്തിൻ്റെ വരുമാനം, നികുതിയേതര വരുമാനം 97,000 കോടിയിൽ നിൽക്കുന്നു. അടുത്ത വർഷമാകുമ്പോൾ അത് 1,00,000 കോടിയിലേക്ക് എത്തുന്നു. കേന്ദ്രവിഹിതം കുറയുമ്പോഴാണിത്. അങ്ങനെ കേരളത്തിൻ്റെ വരുമാനം എന്നത് 23% നിന്ന് 80% വരെ ഉയർത്തുന്ന ഇത് കണക്കുകളും രേഖകളും ഡോക്യുമെൻറ്റും ഒക്കെ വെച്ച് സംസാരിക്കാൻ അതിന് സംശയമില്ല. അത് വെറുതെ രാഷ്ട്രീയ വർത്തമാനം കൊണ്ട് മറികടക്കാൻ കഴിയുന്നതുമല്ല. പക്ഷേ ഇതൊക്കെയാണെങ്കിലും പ്രതിപക്ഷം ഉറച്ചു വിശ്വസിക്കുന്നത് പൊതുജനങ്ങളാകെ ഈ സർക്കാരിനെതിരാണ് എന്ന നിലയാണ്. ആ നിലയിലാണ് അവർ ചർച്ചകളിൽ ഈ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നതും വിലയിരുത്തുന്നതും. മറുപടി എന്താണ്? നോക്കൂ ശരത്തെ, നമ്മളിപ്പോൾ ഈ അഡ്വക്കേറ്റ് ശ്രീ സേനാപതി വേണുവും അതുപോലെ അഡ്വക്കേറ്റ് ലാൽകുമാറും ഞാനും താങ്കൾ ഉൾപ്പെടെയുള്ളവരോട് ഇത്തരത്തിലുള്ള ചർച്ചകളിൽ ആദ്യമായിട്ടല്ലല്ലോ. ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട്. കോൺഗ്രസിൻ്റെ നേതാവ് അഡ്വക്കേറ്റ് സേനാപതിയിൽ നിന്ന് തന്നെ ഉള്ളിലിരിപ്പ് എന്താണ് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ നിഷ്കളങ്കത കൊണ്ട് അത് പ്രകടിപ്പിച്ചു എന്നുള്ളതിൽ നന്ദി പറയണം. നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, ചെറിയ ഗർഭവും വലിയ ഗർഭവും ഇല്ല. അത് ഒരു അമ്മയുടെ വയറ്റിലേക്ക്, അങ്ങനെ ഒരു സ്ത്രീയുടെ വയറ്റിലേക്ക് ഒരു ഭ്രൂണമായാൽ അത് വളർന്നുകൊണ്ടേയിരിക്കും. അത് എന്തായാലും അത് പ്രസവമായി തന്നെ മാറി കുഞ്ഞ് ജനിച്ചേ മതിയാവും, അത് ജീവനോടെയാണെങ്കിൽ, അല്ലെങ്കിൽ പിന്നെ ചാപിള്ളയായിരിക്കും. ഇവിടെ കോൺഗ്രസിൻ്റെ UDFൻ്റെ അവരുടെ മനസ്സിലുള്ളത് നേരത്തെ അഡ്വക്കേറ്റ് ലാൽകുമാർ സൂചിപ്പിച്ചതുപോലെ അതൊരു പഴയ ചൊല്ലാണെങ്കിലും അത് പ്രസക്തമാണ്. നൊന്തപ്പെട്ട മകനൊന്ന് ചത്തുകിട്ടിയാലും കുഴപ്പമില്ല, മരുമകളുടെ കെട്ടുതാലിയറ്റ് അവൾ നിലവിളിക്കുന്നത് ഒന്ന് കാണണം. ഇവിടെ എന്താണെന്ന് വെച്ചാൽ സഖാവ് പിണറായി വിജയനെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ സേനാപതിക്ക് വിലയിരുത്താം. എന്നാൽ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ ശ്രീ VD സതീശനെ ലാൽകുമാർ വിലയിരുത്താൻ പാടില്ല. അതിന് അദ്ദേഹത്തിന് യാതൊരു അവകാശവും അത്തരത്തിൽ അധികാരമൊന്നുമില്ല. ഇപ്പോൾ നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ചില നിർമ്മാണ തകരാറുകളെക്കുറിച്ചാണല്ലോ ഇവിടെ പറഞ്ഞത്. ഇത് നടാടെ സംഭവിച്ചാണോ? ഇന്ത്യയിൽ അരുണാചൽ പ്രദേശിൽ ഇതുപോലെ സംഭവിച്ചില്ലേ? ഒന്ന് റെക്കോർഡ് പരിശോധിക്ക്. ആന്ധ്രാപ്രദേശിൽ ഇത് സംഭവിച്ചില്ലേ? ഡൽഹി വഡോദര എക്സ്പ്രസ് വേയിൽ ഇതുപോലെ സംഭവിച്ചില്ലേ? അവിടെ പിന്നീട് ഖരഗ്പൂർ IITയിൽ നിന്ന് വന്നിട്ടാണ് അതിൻ്റേതായിട്ടുള്ള റെക്ടിഫിക്കേഷനെ സംബന്ധിച്ചുള്ള ആ നിർദ്ദേശങ്ങൾ കൊടുത്തതും നടപ്പാക്കിയതും. ഛത്തീസ്ഗഡിൽ സംഭവിച്ചില്ലേ? പശ്ചിമ ബംഗാൾ സംസ്ഥാനത്ത് സംഭവിച്ചില്ലേ? അമൃത്സർ ജാംനഗർ കോറിഡോറിൽ രാജസ്ഥാനിൽ ഇത് സംഭവിച്ചില്ലേ? ആര് ഭരിക്കുമ്പോഴാണ് സംഭവിച്ചത്? അപ്പോൾ ഇത്തരത്തിൽ പലയിടങ്ങളിലും നാഷണൽ ഹൈവേയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട്, നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പലയിടത്തും നിർഭാഗ്യകരമായ സംഭവങ്ങൾ ഉണ്ടാകരുതെന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. ഇതിൻ്റെ DPR ഉൾപ്പെടെയുള്ള നിരവധി കാര്യങ്ങളെ സംബന്ധിച്ച് യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള നാഷണൽ ഹൈവേ അതോറിറ്റിയുടേതായിട്ടുള്ള അധികാരങ്ങൾ ഉപയോഗിച്ച് ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു യൂണിയൻ സഹമന്ത്രി എന്നത് പറയുന്നത് DPRൽ മാറ്റം വരുത്തിയതിനെ സംബന്ധിച്ചാണ്. അദ്ദേഹവും ഈ യൂണിയൻ മന്ത്രി അത് ശ്രീ നിതിൻ ഗഡ്കരിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് അദ്ദേഹമാണ് പറയേണ്ടത്. അതിന് കേരളത്തിലെ സർക്കാരല്ല ഉത്തരവാദി. ഇപ്പം ഞാൻ ഒറ്റ മിനിറ്റ് കൊണ്ടൊന്ന് പറഞ്ഞോട്ടെ. ഈ COVID-19 മഹാമാരി വന്നതിനെ തുടർന്ന് കേരളത്തിൽ സ്വീകരിച്ചതായ ഒട്ടനവധി നടപടികളുണ്ട്. വൈകുന്നേരം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെ പങ്കെടുത്തുകൊണ്ട് വാർത്താസമ്മേളനം അങ്ങനെ ചേരുമ്പോൾ ഈ ലക്ഷക്കണക്കിന് ഭവനങ്ങളിൽ അവർ തലമുറകളായിട്ടുള്ള അപ്പൂപ്പൻ, അമ്മുമ്മ, അവരുടെ രക്ഷകർത്താക്കൾ, കൊച്ചുമക്കൾ ഒക്കെ എല്ലാവരും ടെലിവിഷന് മുമ്പിൽ വന്നിരിക്കുകയാണ്. എന്താണ് സഖാവ് പിണറായി വിജയൻ പറയുന്നത്, മുഖ്യമന്ത്രി പറയുന്നത്, എന്താണ് നമ്മൾ ചെയ്തിട്ടുള്ളത്, ഇനി എന്താണ് ചെയ്യേണ്ടത്, നമ്മൾ എങ്ങനെയാണ് പെരുമാറേണ്ടത്, നമ്മൾ എങ്ങനെയൊക്കെയാണ് ജാഗ്രത വേണ്ടത്.
എന്തായിരുന്നു പ്രതിപക്ഷം, കേരളത്തിലെ പ്രതിപക്ഷം, വിശേഷിച്ച കോൺഗ്രസിൻ്റെ ചില നേതാക്കളെല്ലാം അന്ന് നടത്തിയ പണി? അതെല്ലാം കഴിഞ്ഞതിന് ശേഷം എന്തായിരുന്നു? ഇപ്പോൾ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ തന്നെ കണക്ക് പുറത്തു വന്നിട്ടുണ്ടല്ലോ. ലക്ഷക്കണക്കിന് മരണങ്ങൾ ഒളിപ്പിച്ചു വെച്ചതായിട്ടുള്ള നിരവധി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളും, എന്നാൽ കേരളം ഇക്കാര്യത്തിൽ കൈക്കൊണ്ട നടപടികളും മനുഷ്യജീവനാണ് ഏറ്റവും വിലപ്പെട്ടത് എന്നുള്ളതും, അത്തരത്തിൽ നമ്മുടെ ആശുപത്രികൾ ഈ ഇന്ത്യക്ക് പുറത്തു നിന്നടക്കം ഇന്ത്യയിലേക്ക് വന്നത് കേരളത്തിലേക്കുള്ള എന്തായിരുന്നു അന്ന് കേരളത്തിലേക്കുള്ള ഒഴുക്ക്? എൻ്റെ നാട്, എൻ്റെ മാതൃഭൂമിയിലേക്ക്, ഈ കേരളത്തിലേക്ക് അങ്ങനെ വരുന്നതിന് വേണ്ടി. അപ്പോൾ വാസ്തവത്തിൽ UDF ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഒന്നാം പിണറായി സർക്കാരിൻ്റെ ശേഷം രണ്ടാം പിണറായി സർക്കാർ വരാതിരിക്കുന്നതിന് വേണ്ടി അന്ന് മാധ്യമങ്ങൾ, കുത്തക മാധ്യമങ്ങൾ UDFനൊപ്പം, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്, CBI, ഇൻ്റലിജൻസ് ബ്യൂറോ, വേറെ കേന്ദ്ര ഏജൻസികളെല്ലാം BJPയോടൊപ്പം, ജനങ്ങൾ കേരളത്തിലെ LDFനോടൊപ്പം, സഖാവ് പിണറായിയോടൊപ്പം. ഇതായിരുന്നല്ലോ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത്. അതിൻ്റെ തനിയാവർത്തനം തന്നെ ആവണമെങ്കിൽ അതിൻ്റെ തനിയാവർത്തനം തന്നെ ആയിക്കോട്ടെ. കുത്തക മാധ്യമങ്ങൾ നുണപ്രചരണങ്ങൾ അത്തരത്തിൽ ഈ പറയുന്നത് ഏറ്റുപിടിക്കുമ്പോൾ അത് തന്നെ UDFൻ്റെ നേതാക്കൾ പറഞ്ഞുകൊള്ളട്ടെ, കുഴപ്പമില്ല. ഈ കേന്ദ്ര ഏജൻസികളെ കെട്ടഴിച്ച് വിട്ടുകൊണ്ട് അത്തരം കാര്യങ്ങൾ ഇവിടെ ഈ കേരളത്തിലുമെല്ലാം BJPയുടെ നേതൃത്വത്തിൽ നടത്തിക്കൊള്ളട്ടെ. ജനങ്ങൾ അവരുടെ അനുഭവത്തിൽ നിന്ന് UDFൻ്റെ ഗവൺമെൻറ്റും LDFൻ്റെ ഗവൺമെൻറ്റും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത് ആ അനുഭവം അവർ കൃത്യമായി അനുഭവിച്ച് തന്നെ അറിയുന്നുണ്ട്. ഈ കേരളത്തിൽ LDFൻ്റെ ഗവൺമെൻറ് ഈ പൂർത്തിയാക്കുന്ന കാലാവധി പൂർത്തിയാക്കുമ്പോഴേക്കും കയറിക്കിടക്കാൻ കിടപ്പാടമോ അടച്ചുറപ്പുള്ള ഭവനമോ ഇല്ലാത്തതായ ഒരു കുടുംബം പോലും അവശേഷിക്കരുത് എന്നുള്ള നിലയിലേക്ക് അങ്ങനെ ഇന്ത്യയിൽ സ്ഥാനം നേടുന്ന ആദ്യത്തെ ഗവൺമെൻറ്, ആദ്യത്തെ സംസ്ഥാനമായി മാറുകയാണ്. അതിദരിദ്രരില്ലാത്ത, അതിദാരിദ്ര്യ ലഘൂകരണം, അതിൻ്റെ ഭാഗമായി മോസ്റ്റ് പോവർട്ടി എന്ന് നമ്മൾ പറയുന്നത്, അത്തരത്തിലുള്ള ഒരു കുടുംബവും ഇല്ലാത്ത നിലയിലേക്ക് അവരെ കൈപിടിച്ചുയർത്തുന്നതായി കേരളം മാതൃകയായി മാറുകയാണ്. അതെല്ലാം തന്നെ മോശത്തരമാണ് എങ്കിൽ ആ മോശത്തരം എന്നുള്ളതിൽ ഞങ്ങൾ അഭിമാനിക്കുകയാണ്. UDF ക്ഷീരമുള്ളോരകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം, അങ്ങനെ തന്നെ ആയിക്കോട്ടെ അവർ. ശരി.